എല്ലാവർക്കും മൈൻക്രാഫ്റ്റിൻ്റെ ബിഗിനർ സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫുൾ അയൺ ആർമറിലോട്ട് മാറിയായിരുന്നു. അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് നെതറിൽ പോയിട്ട് ബ്ലേസ് റോഡ് കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ ലാഗ്. പിന്നെ ചെറുതായിട്ട് ഞാനിവിടെ ഫിഷ് ചെയ്തുകൊണ്ടിരുന്നിട്ട് എനിക്ക് കണ്ടുണ്ട് ആ പശുവിനെ തല്ലി കൊല്ലേണ്ടി വരും. അവിടെ നിന്ന് ഒരു ബുക്ക് കിട്ടി, ഫയർ പ്രൊട്ടക്ഷനും. അയ്യോ ഞാൻ പിന്നെ അത് നോക്കിയില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഫോർട്രസ് കണ്ടുപിടിക്കാം. പിന്നെ വലിയ പാടൊന്നും ഉണ്ടാകില്ല. ഫോർട്രസിൻ്റെ ആ കോർഡിനേറ്റ് എനിക്ക് നേരത്തെ അറിയാം. കാരണം ചീറ്റിംഗ് ഒന്നുമല്ല, ഞാൻ ഈ വേൾഡിൻ്റെ തന്നെ ഞാൻ ഇങ്ങനെ കളിച്ചൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും, എന്നിട്ട് ഞാൻ അതിനകത്തിരുന്ന് കളിക്കും ഗൈസ്. അപ്പം അതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഞാൻ ഈ വീഡിയോ ഇടുമ്പം എനിക്ക് കുറച്ച് ആ വേൾഡിൽ കളിക്കുമ്പോൾ എനിക്കൊരു ഒരു ഉറപ്പ് വരും, ഇങ്ങനെ ഇട്ടാൽ ആ വീഡിയോ ശരിയാകും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ആയിട്ടല്ല, ഞാൻ നേരത്തെ അതിനകത്ത് ഒരു കളിച്ച് ഫോർട്രസ് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എത്ര കറക്റ്റ് കോർഡിനേറ്റ് ഞാൻ മറന്നുപോയി. നമുക്ക് എന്തായാലും കയ്യിക്കുന്ന സാധനമൊക്കെ വെച്ചിട്ട് നേരെ അങ്ങോട്ട്. എന്തായാലും അത്യാവശ്യം ബ്ലോക്സിൻ്റെ ആവശ്യം വരും. ഞാൻ ഈ ബ്ലോക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇവിടെ റോട്ടൺ ഫ്ലഷ് ഓക്കെ, നമുക്ക് നേരെ ആ ഘട്ടത്തിലോട്ടോ. അതിൻ്റെ ബ്ലോക്ക് വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. കഴിഞ്ഞ വഴിയിൽ നമ്മൾ ഫുൾ അയൺ ആർമർ മാറിയിട്ട് വേറെ പണിയൊന്നും ചെയ്തില്ല, എങ്ങോട്ടും പോയൊന്നുമില്ല. അപ്പം നമുക്ക് ഉടനെ തന്നെ നമ്മൾ മിക്കവാറും ഡ്രാഗനെ പോകാമെന്നെങ്കിൽ ബ്ലോക്ക് ഇല്ല ഗൈസ്. ഞാൻ കുറച്ച് ബ്ലോക്ക് മൈൻഡ് ചെയ്തുകൊണ്ട് വരട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ ഒരു കുഴിയെടുത്ത് പുളിച്ചു പോയി. അപ്പോൾ കാണാൻ പറ്റുന്നോ? അപ്പുറം കാണാൻ പറ്റത്തില്ല. 2 സ്റ്റാക്കും 19 എണ്ണവും ഞാൻ കുഴിച്ചെടുത്ത്. ഇനി നമുക്ക് ഒരു ബോട്ട് എടുത്തിട്ട് നേരെ നെതർ പോർട്ടിൻ്റെ അടുത്തോട്ട് പോകാം. കോർഡിനേറ്റ് 340. ഞാൻ എത്ര ടൈം മറന്നു. ബോട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, ഞാൻ പിന്നെ സ്റ്റോൺ പിക്കാക്സ് ഇട്ടിട്ടാണ് കുഴിയെടുക്കാൻ പോയത്. എന്തായാലും നമ്മൾ നെതറിൽ പോകുമ്പം നമ്മുടെ അയൺ പിക്കാക്സ് ഒരു വഴിയാവും. അതിന് മുമ്പേ കുറച്ച് വുഡും ക്രാഫ്റ്റിംഗ് ടേബിളും എടുക്കട്ടെ. രാത്രി ഉറങ്ങിയിട്ടങ്ങ് കയറിപ്പോൾ അവിടെ ചെന്നാൽ പിന്നെ ഭയങ്കര പണിയാണ്. സ്റ്റിക്കും വുഡും ഇരിക്കട്ട്. സ്റ്റോൺ കയ്യിലുണ്ട്. അതിന് വേണ്ട. രാത്രിയാവാറായായിരുന്നു. അതെ, രാത്രിയാവാറ്. ഉറങ്ങിയിട്ട് വരാം. പിന്നെ നമ്മൾ ഉടനെ തന്നെ ഡ്രാഗനെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ഫുൾ അയൺ ആർമർ സെറ്റ് ആയി. ഇപ്പം നെതറിൽ പോയിട്ട് ഫുള്ള് ബ്ലേസ് റോഡും എൻ്റർ പേളും ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാം. ട്രേഡ് ചെയ്യണമെന്ന് ആലോചിച്ചത് എൻ്റർമാനെ കൊല്ലണോ എന്തോ വേണമെന്ന് അറിയത്തില്ല. മിക്കവാറും എൻ്റർമാനെ കൊല്ലത്തേ ഉള്ളൂ. ട്രേഡ് ചെയ്യാൻ നിന്നാൽ എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ച് അവന്മാരെന്നെ പഞ്ഞിക്കിടും. അതുകൊണ്ട് അത് വേണ്ട. ഫുഡൊക്കെ ഉണ്ട് ആവശ്യത്തിന്. ഇനി നമുക്ക് നേരെ നെതർ പോർട്ടലിൻ്റെ അടുത്തോട്ട്. ശരിയില്ലാതെ നെതർ പോർട്ടലെത്തിയിട്ട് കാണാം ഗൈസ്. തോണ്ടിരിക്കുന്ന വയസ്സ് നമ്മൾ നെതർ പോർട്ടാണ്. നമ്മൾ തുഴഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെതർ പോർട്ടിൻ്റെ അടുത്ത് എത്തിക്കുന്നത്. ഈ ബോട്ടും എടുത്ത് കൈ വെച്ചേക്കാം. ഇനി നമുക്ക് നേരെ നെതറിലോട്ട്. അയ്യോ, ഇവിടെയൊക്കെ ലാഗ് ചെറുതായിട്ട് തോന്നും. ഒരു മിനിറ്റ്, ഞാൻ സെറ്റിങ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതാവും. ഓക്കെ, നമുക്ക് നേരെ നെതറിലോട്ട് കയറാം. അയ്യാ, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കയറാം. ഇതിനകത്തുണ്ടോ? അയ്യോ, ഇതിനകത്തുള്ളതെല്ലാം ഞാൻ എടുത്തോണ്ട് പോയായിരുന്നു. അയ്യോ ഗൈസ്, നമ്മൾ സാധനം എടുക്കാൻ മറന്നുപോയി. നെതറിൽ കയറണമെങ്കിൽ ഗോൾഡിൻ്റെ എന്തെങ്കിലും ഒരു സാധനം വേണമായിരുന്നു. ഞാൻ പെട്ടെന്ന് പോയിട്ട് ആ സാധനം ഒന്ന് എടുത്തോണ്ട് വരാം. ഓക്കെ, സാധനങ്ങളെ പോയിട്ട് പിന്നെയും ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്. ഞാൻ എടുക്കാൻ പോയത് വേറൊന്നുമല്ല, നമ്മുടെ ഹെൽമെറ്റാണ്. ഞാൻ ഇതിൻ്റെ കാര്യം ശരിക്കും മറന്നുപോയി. ഞാനവിടെ നമ്മുടെ സ്റ്റോറേജിനകത്തിരുന്നത് ഇങ്ങനെ എടുത്ത് പൊട്ടിച്ച്, എന്നിട്ട് നമുക്ക് ഈ അയൺ ഹെൽമെറ്റ് ഇവിടെ വെച്ചിട്ട് പോകാം. വെറുതെ കൊണ്ട് കളയണ്ടല്ലോ. ഇനി നമുക്ക് നേരെ ഇതിനകത്തോട്ട് കയറാം.
ഇതിനൊരു കുഴപ്പമുള്ളതെന്ന് പറയുമ്പം ഭയങ്കര സൗണ്ട്. വേറൊന്നുമല്ല, മൈൻക്രാഫ്റ്റിനകത്ത് ബെഡ്റോക്ക് എഡിഷനകത്ത് നമ്മൾ നെതറിൽ എത്തിക്കഴിഞ്ഞാൽ ഗെയിം ലോഡായിക്കൊണ്ടിരിക്കും, പോസാകത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ടായതുകൊണ്ട് ചെല്ലുമ്പം ചാവുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ അറിയാം. മിക്കവാറും ചാവാൻ ചാൻസസ് ഇല്ലെന്നാണ് തോന്നുന്നത്. ദൈവമേ, ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ച് എന്താണ്ടൊക്കെ സൗണ്ട് കേൾക്കുന്നു ഗൈസ്. ഓക്കെ, എത്തിയിട്ടുണ്ട്. ആരിട്ടറ അതിനെ കൊല്ലാൻ? ഒരു മിനിറ്റ് ഗൈസിൻ്റെ മ്യൂസിക് ഇച്ചിരി കുറയ്ക്കട്ടെ. ഭയങ്കര സൗണ്ട് ഇതിൻ്റെ അടുത്ത് നിന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെതർ പോർട്ടൽ എന്ന് പറഞ്ഞാൽ -200 400 അല്ല, നെതർ പോർട്ടലല്ലേ. ആദ്യം ഇതിൻ്റെ ഇതൊന്ന് ഓർത്ത് വെച്ചോ. എത്ര? 44 40. ഓക്കെ, എനിക്ക് തോന്നുന്നു നെതർ പോർട്ടൽ വരുന്ന അങ്ങോട്ടാണ്. ഒരുമാതിരി വൃത്തികെട്ട രീതിയിലാണ് നെതർ പോർട്ടൽ കിടക്കുന്നത്. എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ ഇതിൻ്റെ പോർട്ടൽ. പേര് മറന്നു, ഫോർട്രസ്. അത് തന്നെ. ഇവിടെ കുറേ കോഡ്സ് ഇരിപ്പുണ്ട്, കയറാനും മേലെ. ഞാനിവിടെ നിന്ന് ഒന്ന് മാറിക്കിട്ട്. ഭയങ്കര സൗണ്ട്, പേടിക്കേണ്ടിയിരിക്കുന്നു. കയ്യിൽ നിന്ന് സാധനമൊക്കെ എടുത്ത് മാറ്റട്ടെ. പറയാം. ഭയങ്കര ഇത് എന്തുവാ, ഇപ്പോൾ അങ്ങോട്ടാണ് കണ്ട. എന്തായാലും ഞാൻ ഫോർട്രസ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ പോയി കണ്ടുപിടിക്കട്ടെ, വെയിറ്റ്. ഞാൻ കുഴിച്ചിങ്ങനെ പോരുന്നു ഗൈസ്. എന്നിട്ട് -200 ഇത് കിടക്കുന്നു. അങ്ങനെ എൻ്റെ അയൺ പിക്കാക്സും പൊട്ടാറായി. ഉടനെ തന്നെ മിക്കവാറും ഇത് പൊട്ടാൻ ചാൻസസ് ഉണ്ട്. -200 600 എത്രണ്ട്. പൊട്ടി ഗൈസ്, പൊട്ടി. അങ്ങനെ നമ്മുടെ ഈ സീരീസിൽ ആദ്യത്തെ അയൺ പിക്കാക്സ് പൊട്ടിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമുക്കപ്പം എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഫോട്ടോസ് കണ്ടുപിടിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ഗൈസ്. അങ്ങനെ ഞാൻ കുഴിച്ച് ഇടുന്ന സ്ഥലത്ത് -200 അല്ല, -400 ആയിരുന്നു ഗൈസ്. -400 656. ഇനി ഇവിടുന്ന് വൈകിയവര് 50 എത്രാണ്ടായിരുന്നു ഗൈസ്, മറന്നു എത്ര. എനിക്ക് എന്തായാലും താഴോട്ടാ. ഞാൻ ഇവിടുന്ന് 2 ബ്ലോക്ക് വെച്ച് താഴോട്ട് കുഴിച്ച് ഉടനെ തന്നെ എത്തും ഗൈസ്. എത്താറായി. ഓക്കെ ഗൈസ്, ഞാൻ കാണുന്നു ഇവിടുന്ന് പുറത്ത് വീണാൽ കറക്റ്റ് ലാവയ്ക്കകത്താണ് വീഴുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കുഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇവിടെ ലാവയല്ല, എന്നാലും സേഫ് അല്ല ഗൈസ്. ചെയ്യുന്ന നെതറാക്ക് സാധനം കാണിച്ചു തരാൻ നിങ്ങൾക്ക്. കൈ നിറഞ്ഞ് ഇനി അതിനൊന്നും കൊള്ളൂല. എനിക്ക് ഇവിടുന്ന് താഴോട്ട് നോക്കാം. നമുക്ക് ഇവിടുന്ന് താഴോട്ട് പറ്റി. ഓക്കെ, സാധനം തോണ്ട കഴിച്ച് ഫോട്ടോസ് ഞാൻ കണ്ടു. നേരെ അങ്ങോട്ട് കുഴിച്ച് പോവാം. ഇനി ഞാൻ എൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടേ കാണത്തുള്ളൂ ഗൈസ് നമ്മൾ. ഓക്കെ, ഞാൻ ഫോട്ടോസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് എത്ര പിക്കാക്സ് പൊട്ടി നിങ്ങൾക്ക് എന്തെങ്കിലും കാണും. 1000 അയൺ പിക്കാക്സും പിന്നെ 10 എക്സ്ട്രാ അല്ലാതെ പൊട്ടി ഗൈസ്. 10. എൻ്റെ മണ്ടയ്ക്ക് എന്തായാലും ഞാൻ ഇന്ന് കയറുന്നില്ല. എൻ്റെ ഇനി ഫുഡ് 8 കണ്ടേ ബാക്കിയുള്ളൂ. ഞാൻ ആരെയും കണ്ടില്ല, എല്ലാവരും മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യണം. നമ്മൾ ഫോർട്രസ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് മുന്നേ, അടുത്ത വീഡിയോ നമ്മൾ ഇതിനകത്ത് കയറി ബ്ലേസിനെ തല്ലിക്കൊല്ലും. ഇനി കയറാൻ ഫുഡില്ലാത്തതുകൊണ്ടാണ് ഗൈസ്. തിരിച്ച് ഞാൻ വീട്ടിൽ പോയി ഫുഡൊക്കെ എടുത്ത് സെറ്റായിട്ട് നമുക്ക് വരാം. പിക്കാക്സും പൊട്ടിപ്പോയണ്ടേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കഴിയുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ഇറ്റ്സ് മൈ കാർഡോക്സ് സൈനിങ് ഓഫ് ഗൈസ്. സൈനിങ് ഓഫ് പറഞ്ഞ് പോവാമെന്ന് വിചാരിക്കല്. സൈനിങ് ഓഫ് പറഞ്ഞ് പോയതാണ്. പക്ഷേ ഞാനൊരു കാര്യം കാണിക്കാൻ മറന്നുപോയി. എൻ്റെ കയ്യിൽ നിന്ന് സാധനം ഞാൻ കുഴിച്ച് വന്ന് എൻ്റെ കൈ ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 25 കോഡ്സും 60 ഗോൾഡ് നഗറ്റും കിട്ടി. പിന്നെ ഇത്രയൊന്നും അല്ല, ബാക്കി ഞാൻ കുഴിച്ച് വന്ന വഴി കിടപ്പുണ്ട്, കാണിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. അത് ഞാൻ അവിടം വരെ ഒന്ന് പോയിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ തന്നെ നെതറിൽ തന്നെയുള്ള സംഭവമാണ്. നാട്ടിരിക്കുന്ന കണ്ട ഏൻഷ്യൻ ഡെബ്രി ഞാൻ കുഴിച്ച് നോക്കി ഒരെണ്ണേ ഉള്ളൂ ഇവിടെ. ഈ സാധനം കാണിക്കാൻ ഞാൻ വന്ന വഴി മൊത്തം തിരിച്ചു വന്നു. അടുത്ത വീഡിയോ എല്ലാം കാണിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ സിൻസിയറാണ്.
ഞാൻ ഇന്ന് കിട്ടിയ സാധനം ഇന്ന് തന്നെ കാണിക്കും. ഞാൻ പോയ വഴിക്ക് ഇങ്ങനെ കുഴിച്ച് വന്നപ്പോൾ കറക്റ്റ് എൻ്റെ കണ്ണിൽപ്പെട്ട ഈ സാധനമാണ്. കണ്ടോ, എവിടെ നിന്ന് ഏതാണ്ട് 200 ബ്ലോക്ക് ഞാൻ ഓടി വന്ന് തിരിച്ച് നിങ്ങളിത് കാണിക്കാനായിട്ട് വന്നു. അപ്പം ഇത് ശരിക്കും സൈനിങ് ഓഫാണ്. ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ എൻകാർഡ് ഓഫ് സൈനിങ് ഓഫ് ഗൈസ്. ബൈ ബൈ.